അവിടെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ചില ധൈര്യങ്ങളൊക്കെ കാണുമ്പം കാർ വിളിച്ചാണ് വന്നത്. അപ്പൊ കാറിലെ ഡ്രൈവർ പെട്ടെന്ന് ഒരു പാട്ട് വന്നു. 90കളുടെ പകുതിക്ക് വന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ടാണ്. ചിന്ന ചിന്ന ആസൈ ചിറകടിക്കുമാസൈ എന്നുള്ള പാട്ട്. ഞാൻ പാടൂല കേട്ടോ, നിർബന്ധിക്കരുത്. അല്ല ഒന്നില്ല, ഇത് പറയട്ടെ. അപ്പൊ ചിന്ന ചിന്ന ആസയൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരുമ്പോ പെട്ടെന്ന് ഈ ഡ്രൈവർ വണ്ടി ഓടിച്ച ആള് പറഞ്ഞു, ഈ റേഡിയോയിലെ അവതാരകൻ ഒരു സംഖ്യയാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത്, നിങ്ങൾ എങ്ങനെ ഇത് അറിയുന്നു? റേഡിയോയിൽ ഒരു പാട്ട് വരുന്നു, പാട്ട് വന്ന ഉടനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ റേഡിയോയുടെ അവതാരകൻ സംഖ്യയാണ് എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾക്കറിയാമോ, ഞങ്ങള് ചിഹ്നത്തിനെ പറ്റി വലിയ ആശങ്കയിലിരിക്കുകയാണ്. ആ സമയത്ത് ചിന്ന ചിന്ന ആശയി എന്ന് പറയുന്ന പാട്ട് വിടുന്നത് അത്ര ശരിയായ ഒരു നടപടിയല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോട് ആ ചിഹ്നം ഈ ചിഹ്നവും തമ്മിൽ വ്യത്യാസമുണ്ട്. അവനിച്ചൊരു പഠിപ്പിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാൻ പോയില്ല. പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്നറിയാമോ, ഇങ്ങനത്തെ കോൺഫിഡൻസ് എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് അത്ഭുതം തോന്നുന്ന കോൺഫിഡൻസ് ആണ്. കാരണം ഒരു വശത്ത് വലിയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും പറയുന്നു, ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ, ചിഹ്നം സംരക്ഷിക്കാൻ എല്ലാവരും ഒത്തുപിടിക്കണം, അല്ലെ നമ്മുടെ ചിഹ്നം പോവും എന്ന് പറയുമ്പോ തന്നെ മറുവശത്ത് പറയുകയാണ്, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന്. ഇത് എങ്ങനെ, എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇത് പറയുന്നതിന് എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അത്ര ധൈര്യത്തോടെയല്ലേ ഇവര് പറഞ്ഞു കളയുന്നത്. വേണ്ട, ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത്? അപ്പൊ ഞങ്ങൾ ഭരണഘടന സംരക്ഷിക്കാൻ നിൽക്കുകയാണ്. എന്നിട്ട് ഇവൻ അപ്പൊ തന്നെ ചോദിച്ചു, രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട് വന്ന് മത്സരിക്കുന്നത്, പറയൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രായപൂർത്തിയായ ഒരാൾക്ക്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വോട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ ഏത് നിയോജക മണ്ഡലത്തിലും ഏത് പാർലമെന്റ് മണ്ഡലത്തിലും മത്സരിക്കാനുള്ള അധികാരമുണ്ട്. അത് നമ്മുടെ ഭരണഘടനാ അവകാശമാണ്. അതിനെ എങ്ങനെ ചോദ്യം ചെയ്യും? അത് ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോ അത്രയും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് കഴിയട്ടെ. കഴിഞ്ഞു. കഴിഞ്ഞു തുടങ്ങല്ലോ അല്ലേ? അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ സുദീർഘമായി സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ ശേഷം ഒരുപാട് സംസാരിക്കുന്നില്ല. പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ശക്തികളെ എല്ലാം പലപ്പോഴും മറ്റുള്ളവർ ഒരു കുറവായി മുന്നിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു 7 വർഷം ഏതെങ്കിലും ഒരു വലിയ നേതാവ് ഇവിടെ കേരളം ഭരിക്കുന്ന സർക്കാർ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേൾക്കാൻ പറ്റില്ല. കേന്ദ്രത്തിന്റെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ്, ആർക്കും തിരുത്താൻ പറ്റില്ല. പക്ഷേ ഉമ്മൻചാണ്ടി സാറൊക്കെ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയൊക്കെ വല്ല ആരോപണങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാൽ എത്രയധികം കോൺഗ്രസ് നേതാക്കളാണ് അതിനെ ചോദ്യം ചെയ്യുന്നത്, അത് തെളിയിക്കണമെന്ന് പറയുന്നത്, മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നത്. അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ അവസ്ഥ ഇവര് പറയുന്നത് ഉള്ളിൽ ഐക്യമില്ല എന്നുള്ളതാണ്. അത് ജനാധിപത്യത്തിന്റെ ലക്ഷണമാണ്. ചോദിക്കുക എന്ന് പറയുന്നത്, ചോദിക്കാതിരിക്കുക എന്ന് പറയുന്നതല്ല ജനാധിപത്യത്തിന്റെ ലക്ഷ്യം. ചോദ്യം ചെയ്യാൻ വരുന്നവനെ ഇല്ലാതാക്കുന്നത് ശരിയായ നടപടിയല്ല. അത് ഞാൻ ഇവിടെ ഈ നാട്ടിൽ നിന്നുകൊണ്ട് പറയേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങൾക്കറിയുന്ന പോലെ മറ്റൊരാൾക്ക് അറിയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോ ചോദ്യം ചെയ്യുന്നത് ഇവരെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. നോക്കൂ, ഇപ്പോ വല്ല ബോംബ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു, വല്ല പ്രശ്നം ഉണ്ടാകുന്നു, 2 വ്യക്തികൾക്കാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ തന്നെ നമ്മുടെ മാന്നാർ മത്തായിൽ പറയുമല്ലോ, അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു എന്ന്. അതുപോലെ അയ്യോ, അവര് കഴിഞ്ഞ ആഴ്ചയെ പാർട്ടിയിൽ ഇല്ലാത്തവരാണ്, നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല, അത് പോയെന്ന് പറയും. അത് കഴിയുമ്പം ഇപ്പൊ SFI ഒരു പ്രശ്നത്തിൽ പെടുന്നു. അപ്പൊ പറഞ്ഞു SFI ഒരു സ്വതന്ത്ര സംഘടനയാണ്, ഞങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് DYFI ഒരു പ്രശ്നത്തിൽ പെടുന്നു. അപ്പൊ DYFI സ്വതന്ത്ര സംഘടനയാണ്, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. പക്ഷെ CPM-ന് ഒരു പ്രശ്നം വന്നാൽ DYFI-ക്കോ SFI-ക്കോ ഇങ്ങനെ പറയാൻ പറ്റില്ല. അതൊരു സ്വതന്ത്ര സംഘടനയാണ്, ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. അവർ ഇടപെട്ടേ പറ്റൂ, അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞേ പറ്റൂ, രക്ഷിച്ചു പിടിച്ചേ പറ്റൂ. ഇതാണ് ഞാൻ പറയുന്നത്, താഴെ നിന്ന് മേളിലോട്ടുള്ള തിരുത്തലുകൾ ജനാധിപത്യത്തിന്റെ അവകാശമാണ്.
ആ അവകാശമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് നിൽക്കാൻ ആത്മാഭിമാനമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ അങ്ങനെ നിൽക്കരുത്. വടകരയെ നമ്മള് കടത്തനാട് എന്നുകൂടെയൊക്കെ പറയാറുണ്ട് ഈ പ്രദേശത്തെ. ശരിക്ക് കേരളം മൊത്തം ഒരു കടത്തനാട് ആയിക്കൊണ്ടിരിക്കുകയാണ്, കള്ളക്കടത്തനാട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ആ സമയത്ത് ഇത്തരം അവസരങ്ങളെ ഏറ്റവും ഭംഗിയായി വിനിയോഗിക്കുക. ഷാഫി പറഞ്ഞൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. ഞാൻ ഈ ഷാഫിയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം അസൂയയോടെ അല്ലാതെ നോക്കിക്കാണാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഇക്കയാണ് ഷാഫിക്ക. ഒരു 80 വയസ്സായ ആളും വന്ന് ഷാഫിക്ക എന്ന് വിളിക്കുന്നു, കുഞ്ഞു പിള്ളേരും വന്ന് ഷാഫിക്ക എന്ന് വിളിക്കുന്നു. എല്ലാവരുടെയും ഇക്കയായ ഷാഫി ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ എല്ലാ സ്നേഹം ഏറ്റുവാങ്ങുമ്പോൾ ഷാഫി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുമെന്ന്. പറ്റുന്നതെല്ലാം ചെയ്താൽ പോലും നിങ്ങളീ കാണിക്കുന്ന സ്നേഹത്തിന് പകരമാവില്ല എന്ന ഉറപ്പ് എനിക്കുണ്ട്. നിങ്ങളുടെ ഈ സ്നേഹമെല്ലാം, നിങ്ങളെല്ലാം ഷാഫിയെ സ്നേഹിക്കുന്നവരാണ്. തീർച്ചയായും എല്ലാവരോടും പറയുക, ഷാഫിയെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ വിജയിപ്പിക്കുക. അത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രസക്തിയുള്ള, വളരെ പ്രസക്തമായ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ്. അതിൽ നിങ്ങളുടെ വോട്ടുകൾ നിങ്ങളെല്ലാം ചെയ്യും. നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക, ആവശ്യപ്പെടുക, നിർബന്ധിക്കുക. അങ്ങനെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഷാഫിയെ ഇവിടെ വിജയിപ്പിക്കുക. ഷാഫിയുടെയൊക്കെ എന്ത് ആവശ്യത്തിനും ഞങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേര് ഷാഫിയോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം പറയുന്നു.